സ്കൈപ്പ് ഉപയോഗിച്ച് നമുക്കെങ്ങനെ വീഡിയോ കോൺഫറൻസിങ് നടത്താമെന്ന് നോക്കാം. സ്കൈപ്പ് ഉപയോഗിച്ച് കുട്ടികൾ എങ്ങനെ ടീച്ചറിൻ്റെ അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും. ഇതിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ടീച്ചർ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി എങ്ങനെയാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതിപ്പോൾ ഒരു ടീച്ചറിന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. ടീച്ചറിന് സ്കൈപ്പിൻ്റെ അക്കൗണ്ട് ഇല്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ അവർ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എങ്ങനെയാണ് നമുക്ക് കുട്ടികൾക്ക് സ്കൈപ്പ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നതെന്ന് ഇതിൽ കൂടെ ഞാൻ പറയാം. ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ മൊബൈൽ വഴിയാണ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗൂഗിളിൽ സ്കൈപ്പ് സൈൻ ഇൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്കൈപ്പിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ www.skype.com എന്ന അഡ്രസ്സിൽ കയറുക. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഫോണിൽ കൂടെയാണ് ഇങ്ങനെ കയറുന്നതെങ്കിൽ ഡൗൺലോഡ് സ്കൈപ്പ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്കൈപ്പ് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെയും ഉപയോഗിക്കാം. അല്ലാതെ ഓൺലൈൻ വഴിയും ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഓൺലൈൻ വഴിയുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഓൺലൈൻ വഴി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇനേബിൾഡ് ആക്കണം. അതിനിവിടെ നമ്മുടെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇനേബിൾ ആക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൽ സൈൻ ഇൻ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ സ്കൈപ്പിൽ നിലവിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇവിടെ മൈക്രോസോഫ്റ്റിൽ സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ മുകളിൽ സൈൻ ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് കമ്പ്യൂട്ടറിലായാലും കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ ടു സ്കൈപ്പ്, ഇപ്പോൾ സ്കൈപ്പിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വിഷയമില്ല, അവർക്ക് നേരെ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞതിൽ കയറാൻ സാധിക്കും. അതില്ലെങ്കിൽ ന്യൂ ടു സ്കൈപ്പിലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് സ്കൈപ്പിൽ ഇല്ല എങ്കിൽ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു വിൻഡോ വരും. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ മൈക്രോസോഫ്റ്റിൽ ഒരു അക്കൗണ്ട് എടുക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെയാണ് സ്കൈപ്പ്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എനിക്ക് ഒരു അക്കൗണ്ട് ഇതിലുണ്ട്, അതുകൊണ്ട് ഇനി എനിക്കതിൽ അക്കൗണ്ട് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യു മേ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഈ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു OTP നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ ഫോണിലേക്ക് വരും. ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ പേരും അതെനിക്ക് നിങ്ങളുടെ ഷുവർ നെയിമും ചോദിക്കും. അവിടെ പേര് നിങ്ങളുടെ പേര് തന്നെ ടൈപ്പ് ചെയ്യുക, ഷുവർ നെയിമും നിങ്ങളുടെ പേര് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നതോടുകൂടെ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. ഞാനിവിടെ സൈൻ ഇൻ ചെയ്യുകയാണ്. സ്കൈപ്പിൻ്റെ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. ഇങ്ങനെ വിൻഡോ തുറന്നു വരുമ്പോൾ ഇപ്പോൾ ഇത് ടീച്ചറാണ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ടീച്ചർ മീറ്റ് നൗ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഇടത് ഭാഗത്തായിട്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ നമുക്ക് മുകളിലായി ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് നമ്മളവിടെ കോപ്പി എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കോപ്പി ആകും. എന്നുവെച്ചാൽ ആ ലിങ്കിനെ ആരോ കാണിച്ചിരിക്കുന്ന ആ സൈഡിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കോപ്പിയാകും. ഈ കോപ്പിയായ ലിങ്കാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഈ ലിങ്ക് വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ
അവർ ഈ ലിങ്ക് വഴി കയറുമ്പോൾ അവർക്ക് നേരിട്ട് ടീച്ചറുമായിട്ടുള്ള ഈ വീഡിയോ കോൺഫറൻസിന് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ മീറ്റിങ്ങിനും ഓരോ ലിങ്കായിരിക്കും. ഓരോ പ്രാവശ്യം ടീച്ചർ ഇങ്ങനെ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് മീറ്റിങ്ങിന് വേണ്ടി ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴും ഓരോരോ ലിങ്കുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഏത് ടൈമിലാണോ ക്ലാസ് വെച്ചിരിക്കുന്നത് ആ ടൈമിൽ ടീച്ചർ വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുഖേനയോ കുട്ടികൾക്ക് ആദ്യം ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. ലിങ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ നമ്മുടെ വീഡിയോ കോൺഫറൻസ് സ്റ്റാർട്ടാകത്തുള്ളൂ. നമ്മുടെ വീഡിയോ കോൺഫറൻസ് സ്റ്റാർട്ടായെങ്കിൽ വിദ്യാർത്ഥികൾ അവർക്ക് അയച്ചു കൊടുത്ത ലിങ്ക് മുഖേന കയറുമ്പോൾ അവർക്ക് ജോയിൻ കോൾ എന്ന ഓപ്ഷൻ വരികയുള്ളൂ. അതിനാൽ നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് കാൾ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കോൺഫറൻസിൽ പ്രവേശിക്കണം. എങ്കിലേ നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ നമ്മൾ കോൺഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയുടെ ഡിസ്പ്ലേയിൽ ഒരു മൈക്കിൻ്റെയും ക്യാമറയുടെയും ഫോട്ടോ കാണാം. മൈക്കിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൈക്ക് ഓഫാകും. ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓഫാകും. അപ്പോൾ നമ്മൾ ഈ മൈക്കോ ക്യാമറയൊക്കെ ഓഫാക്കി വെച്ചിരുന്നാൽ മൈക്ക് നമ്മൾ ഓഫാക്കിയാൽ നമ്മുടെ സ്റ്റുഡൻസിന് അങ്ങോട്ട് കേൾക്കുകയില്ല. എന്നിട്ട് ക്യാമറ ഓഫാക്കിയാൽ നമ്മളെ സ്റ്റുഡൻസിന് കാണാൻ സാധിക്കുകയില്ല. അതൊക്കെ തന്നെ തിരിച്ചും വിദ്യാർത്ഥികൾ അവരുടെ മൈക്ക് ഓഫാക്കിയാൽ അവരിങ്ങോട്ട് വരാൻ നമുക്ക് കേൾക്കില്ല. അവരുടെ ക്യാമറ ഓഫാക്കിയാൽ അവരെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ആരെയും കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ മാത്രം കാണുന്നത്. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികൾ ലിങ്ക് അയച്ചു കൊടുത്ത വിദ്യാർത്ഥികൾ ആ ലിങ്ക് മുഖേന കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേ തന്നെ അവരെ കാണാൻ സാധിക്കും. അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെട്ടു.